ഹായ് കൂട്ടുകാരെ, ഓപ്ഷൻ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരാളെ ഫോട്ടോ വെച്ച് ഗൂഗിളിൽ വെച്ച് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന ഒരു ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ന്യൂ ടാബ് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. google.com എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുകളിൽ കാണുന്ന റൈറ്റ് ബട്ടണിൽ ഡെസ്ക് ടോപ്പ് എന്ന സൈറ്റ് ഒന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നമ്മുടെ ഇമെയിലിൻ്റെ അവിടെ കാണുന്ന ഇമേജ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ കാണുന്ന ഒരു ക്യാമറ ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പോസ്റ്റ് ഇമേജ് URL ഉണ്ടെങ്കിൽ അതിൻ്റെ URL ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എന്നെ അപ്ലോഡ് ചെയ്യണം, എൻ്റെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യണം ഫോട്ടോസ്. അപ്പോൾ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഫോൺ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആരുതാന്ന് നോക്കുക, സെർച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരാളുടെ ഫിറോസ് കെയുടെ ഫോട്ടോ ഒന്ന് വെച്ച് സെർച്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും നോക്കുകയാണ്. അടിപൊളി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജും, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ, ടിക്ടോക്ക്, അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ അക്കൗണ്ട് ഉണ്ട് ഒക്കെ ഇവിടെ ഗൂഗിളിൽ സെർച്ചായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോസ് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ സെർച്ച് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ എല്ലാം കണ്ടുപിടിച്ചാൽ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും കമൻ്റ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ നിങ്ങൾ കാത്തു നിൽക്കുക. താങ്ക് യു.